വെയിലേറ്റ കരിവാളിപ്പ് അത് മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും പ്രത്യേകം പാക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക്കാണ്. സോ നിങ്ങൾക്ക് മുഖത്തും കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൺ ടാൻ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാക്കാണ് ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. കയ്യിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിന് ശേഷം ഞാൻ ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആകുന്നതെന്നും നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ്സും കിട്ടുന്നതെന്നൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അറിയാനായിട്ട് പറ്റുന്നത്. കണ്ടോ, ഞാൻ ഫസ്റ്റ് എൻ്റെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നന്നായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും പിഗ്മെൻറ്റേഷൻ റിമൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. സോ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട. അതോടൊപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കര നല്ലതാണ്. നന്നായിട്ട് സ്കിൻ വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻറ്റാണ്. സോ നിങ്ങൾക്ക് അറിയാമല്ലോ, കൊറിയൻസൊക്കെ തന്നെ അവരുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നതാണ് റൈസ് വാട്ടർ, റൈസ് ഫ്ലോർ എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് അരിപ്പൊടി എടുക്കാം. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, തരികൾ വളരെ കുറഞ്ഞത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി, പത്തിരിപ്പൊടി, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും യങ് ആയിട്ട് സൂക്ഷിക്കാനും ഇത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ഏജ് ആകുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ 1.5 സ്പൂണോളം ഞാൻ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം എൻ്റെ കയ്യിലും അതുപോലെ മുഖത്തും ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് 1.5 സ്പൂൺ എടുത്തത്. നിങ്ങൾക്ക് മുഖത്ത് മാത്രമാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇത് നിങ്ങൾ ഫുൾ ബോഡി അപ്ലൈ ചെയ്യുന്നുണ്ട്, കാലിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എടുക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. കൂടുതലായിട്ടോ കുറച്ചായിട്ടാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കോഫി പൗഡറാണ്. ഓൾറെഡി യൂസ് ചെയ്തതിൻ്റെ ബാക്കി കോഫി പൗഡറാണ് ഉണ്ടായിരുന്നത്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ടയായിട്ടുണ്ട്, പക്ഷെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് കലിഞ്ഞ് കിട്ടിക്കോളും. ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ പാക്കറ്റ് പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വെച്ച് അപ്ലൈ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കടയിൽ നിന്ന് വാങ്ങിയതെടുക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ചെയ്യുന്ന അലോവേര ജെല്ലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അലോവേര പ്ലാന്റിൽ നിന്ന് ജ്യൂസ് എടുത്തിട്ട്, അതായത് അകത്തുള്ള ആ വൈറ്റ് കളർ ഫ്ലഷ് എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ലോണം അടിക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അലോവേര ജെല്ല്. ഞാൻ യൂസ് ചെയ്തത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, ഇപ്പം ഞാൻ കാണിക്കാൻ മറന്നുപോയി. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോട്ടോ കൊടുത്തിരിക്കുന്നില്ല, ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. പാല് ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. 3 സ്പൂൺ പാല് ഞാൻ എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് വേണമെന്നുണ്ടെങ്കിൽ പാലിന് പകരം നിങ്ങൾ തൈര് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ തൈര് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് പാല് ചേർക്കുന്നത്. തൈരാണ് നമുക്ക് സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. പാലും നല്ലതാണ്, പക്ഷേ സ്റ്റിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് തൈരാണ്. അപ്പോൾ തൈര് സെറ്റാവുന്നവരാണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. കയ്യിലില്ലാത്തവരാണെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. വെള്ളം യൂസ് ചെയ്യുന്നതിനേക്കാളും തൈര് അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളത്തിലൊക്കെ മുന്നേ ഞാൻ പാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും അത്ര നന്നായിട്ട് റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പാല് അല്ലെങ്കിൽ തൈര് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം. ചെറിയ ബോട്ടിലൊക്കെ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചാൽ മതി തൈരൊക്കെ. സോ നന്നായിട്ട് ഈ ഒരു പാക്ക് മിക്സ് ആക്കുക. കട്ടകൾ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കോഫി പൗഡറിൽ, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മിക്സിങ് കുറച്ച് പ്രോബ്ലം ആയിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പാല് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ട്, അത്രയേ ഉള്ളൂ. അലോവേര ജെല്ലിന് നല്ല വാട്ടറി ആയിട്ടുള്ള നമ്മുടെ പ്ലാന്റിലുള്ള അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പാൽ അല്ലെങ്കിൽ തൈര് എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതി. ഇത് നിങ്ങൾക്ക്
നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് കിട്ടും, ഫുള്ളായിട്ടും അലോവേര ജെല്ലിൽ മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പാലല്ലെങ്കിൽ തൈര് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. എങ്ങനെയായാലും നമുക്കിത് വെള്ളത്തിലല്ലാതെ മിക്സ് ചെയ്തെടുക്കണം, അത്രയല്ലേ ഉള്ളൂ. സോ നമുക്ക് 1 സ്പൂൺ തൈരൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് വേറൊന്നിനുമല്ല, മിക്സ് ചെയ്യാനായിട്ടല്ല, നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അലോവേര ജെല്ല് ചേർത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് സ്കിന്നിന് നല്ലൊരു സൂത്തിങ് എഫക്റ്റ് തരും. പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമ്മളിവിടെ പാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫേസിൽ കംപ്ലീറ്റ്ലി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും വാഷ് ചെയ്യാം. കുറച്ച് സമയം ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു റൈസ് ഫ്ലോർ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടുള്ളൂ. അത്രയും ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്കൊരു സൗണ്ടിൽ ചെറിയൊരു അടപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക ആ ഒരൊറ്റ കാര്യം. പിന്നെ പറയുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാനിത് ഫസ്റ്റ് തന്നെ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ മോതിരവും വളയും ഒക്കെ തന്നെ അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ എന്തിനാ വെറുതെ, അത് ഡിസ്റ്റർബൻസ് ആവില്ലേ. സോ കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റാണ്, നല്ല അടിപൊളി കൺസിസ്റ്റൻസിയാണ്. സ്കിന്നിലേറ്റിട്ടുള്ള കരിവാളിപ്പ്, ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഡെഡ് സെൽസ് കുറേ നാളായിട്ട് സ്ക്രബൊന്നും ബോഡിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് കഴുകി കളയുമ്പോൾ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്താൽ മതി. സൂപ്പറാണ്. 2-in-1 പാക്കാണ്. നമുക്ക് പാക്കായിട്ടും യൂസ് ചെയ്യാം, സ്ക്രബായിട്ടും യൂസ് ചെയ്യാം. സ്കിന്നിൽ ഡെഡ് സെൽസ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ഡ്രൈനെസ് കൂടുതലായിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലായിട്ടൊരു പാട പോലെ വൈറ്റ് സ്കിന്ന് പോലെയൊക്കെ കാണും. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജെൻറ്റ്ലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം തളിച്ച് ചെറിയൊരു സ്ക്രബ് മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു വെളുത്ത നിറമുണ്ടല്ലോ, സ്കിന്നിലുള്ള വെളുത്ത പാടുകൾ, ചെറിയൊരു പൊടി പോലെയൊക്കെ ഉള്ളത്, അതൊക്കെ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും. സ്കിൻ നല്ലോണം സോഫ്റ്റ് ആകും. അതുമാത്രമല്ല, നിങ്ങൾക്ക് മുഖത്തും ഇത് യൂസ് ചെയ്യാം. മുഖത്തും ഡ്രൈനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒരുപാട് സ്ക്രബ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കയ്യിൽ കാലിലൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്യാം, പക്ഷേ മുഖത്താണെങ്കിൽ അത്രയും നിങ്ങൾ സ്ക്രബ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഒന്ന് സെമി ഡ്രൈ ആകും. അപ്പോൾ സ്കിന്നിൽ കുറേ വെള്ളം തളിച്ച് കൊടുത്തിട്ട് വാഷ് ചെയ്യുക. ഞാനിതിൽ വാഷ് ചെയ്യുന്ന വീഡിയോ കാണിക്കാനായിട്ട് വിട്ടുപോയി. അതിനുശേഷം ടാറ്റ പറയുന്ന വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വിട്ടുപോയി. സോ ഞാൻ വേറൊരു ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എൻ്റർടൈനിങ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ജെൻറ്റിലായിട്ട് നമ്മുടെ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണേ, എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സും കുറച്ച് നേരം വരെ നമ്മുടെ ഫേസിലോട്ട് അത് ഇരിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ആകുമ്പോഴേക്കും സെമി ഡ്രൈ ആകും. അപ്പോൾ വാഷ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ചെയ്താൽ മതി. കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാക്കാണ്. കുറച്ചധികം പ്രോഡക്റ്റും 4 ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങളത് ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്താൽ മതി. സ്ക്രബിങ്ങും ചെയ്യുന്നത് കൊണ്ട് സ്ക്രബ് ചെയ്യുമ്പോഴും 2 ദിവസമൊക്കെ ബെറ്ററാണ്. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് നോക്കാവും. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.